അങ്ങനെ അടിച്ചു ഗൈസ്, കക്ക അടിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത സെക്കൻഡ് 900 നോക്കാം. ലെറ്റ്സ് ഗോ. എപ്പിക് അടിച്ചു ഗൈസ്, എപ്പിക് അടിച്ചിരിക്കുകയാണ് ഗൈസ്. കക്ക ഓർ ഷെവ്ചെങ്കോ. കക്ക അല്ല, ഇതിപ്പോ ആര് കക്കയല്ല, ഷെവ്ചെങ്കോ കക്കയാണ്. ആരെന്ന് പറഞ്ഞോ പേര് ഗൈസ്. അങ്ങനെ എപ്പിക് അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ വരും, അടുത്ത ആള് വരും. ഷെവ്ചെങ്കോ ടാർഗറ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഷെവ്ചെങ്കോ അടിച്ചിരിക്കുന്നു ഗൈസ്. ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് സ്പിന്നിൽ നമുക്ക് ടാർഗറ്റ് കിട്ടി. ഹലോ ഗൈസ്, അപ്പോ നമ്മള് കക്കയുടെ പേക്ക് കറക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോ നമ്മളൊരു 4000 കോയിനുണ്ട്, 4200 കോയിനുണ്ട്. എന്തായാലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, കാരണം കഴിഞ്ഞ ഇതിൽ നമുക്ക് ബ്ലാക്ക് ആനിമേഷൻ 3 players അടിച്ചതുകൊണ്ട് ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചാൻസ് കുറവാണ്. അപ്പൊ എന്തായാലും നമ്മളെ ടാർഗറ്റ് എന്ന് പറയുന്നത് കക്കയും ഷെവ്ചെങ്കോയാണ് ടാർഗറ്റ്. എംബാപ്പെ കിട്ടിയാലും കുഴപ്പമില്ല, എങ്കിലും നോക്കാം. നമ്മളെ ടാർഗറ്റ് നമുക്ക് ഒരു ഗോൾ പൗച്ചർ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഷെവ്ചെങ്കോ മെയിനായിട്ട് വേണം. അപ്പൊ എന്തായാലും മാക്സിമം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 4000 കോയിൻസ് ഉണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്പിൻ എടുത്താലോ? 100 വേണ്ട, 900 മതി. ഫസ്റ്റ് ഒരു 900 കോയിൻ സ്പിൻ ചെയ്യാം ഗൈസ്. ഓക്കെ, ആദ്യത്തെ 900 ഗൈസ്, ആദ്യത്തെ 900 നമ്മൾ സ്പിൻ ചെയ്യാൻ പോകണേ. ഫസ്റ്റ് 900 ഷെവ്ചെങ്കോ 100 കോടി കിട്ടി. ഫസ്റ്റ് സ്പിൻ എപ്പോഴത്തെയും പോലെ തേഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോ അടുത്ത സെക്കൻഡ് 900 നോക്കാം. ലെറ്റ്സ് ഗോ. എപ്പിക് അടിച്ചു ഗൈസ്, എപ്പിക് അടിച്ചിരിക്കുകയാണ് ഗൈസ്. കക്ക ഓർ ഷെവ്ചെങ്കോ. കക്ക അല്ല, ഇതിപ്പോ ആര് കക്കയല്ല, ഷെവ്ചെങ്കോ കക്കയാണ്. ആരെന്ന് പറഞ്ഞോ പേര് ഗൈസ്. അങ്ങനെ എപ്പിക് അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ വരും, അടുത്ത ആള് വരും. ഷെവ്ചെങ്കോ ടാർഗറ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഷെവ്ചെങ്കോ അടിച്ചിരിക്കുന്നു ഗൈസ്. ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് സ്പിന്നിൽ നമുക്ക് ടാർഗറ്റ് കിട്ടി. ബെസ്റ്റ് CF ഇൻ പെസ്. ഇങ്ങനെ ഗൈസ് അടിച്ചു. ഗൈസ് എന്തായാലും നമുക്ക് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, എങ്കിലും കക്കായൂടെ വേണമെന്നുണ്ട്. നമുക്കൊരു 100 കോയിൻ വെച്ച് ഒരു 400 കോയിനോടെ കറക്കാം. ബാക്കി എന്തായാലും സേവ് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇല്ല ഗൈസ്, കിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ലാസ്റ്റ് സ്പിന്നാണ്. അടുത്ത 900 കക്ക ഇവിടെ കിട്ടണമെന്നുണ്ട്, അതുകൊണ്ട് അടുത്ത 900 എംബാപ്പെ. ഹലോ ഗൈസ്, അപ്പോ നമ്മള് എന്തായാലും നേരത്തെ കറക്കിയ എംബാപ്പെ കക്ക പാക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ വീണ്ടും സ്പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഇതെന്തായാലും നാളെ എൻ്റെ ആവുമല്ലോ, നാളെ രാവിലെ എൻ്റെ ആവും.
അപ്പോൾ ഏകദേശം ഇനി ഒരു 89 പ്ലേയേഴ്സേ ഉള്ളൂ. അതിനകത്ത് എനിക്കൊരു 2 പ്ലേയേഴ്സേ കിട്ടിയിട്ടുണ്ട്, ഷെവ്ചെങ്കോ പിന്നെ ഗുല്ലർ. ഇതിനകത്ത് ബാക്കിയുള്ളത് 89 പ്ലേയേഴ്സ് ആണ്. എന്തായാലും നമ്മൾ സ്പിൻ ചെയ്യാം. മെയിൻ ടാർഗറ്റ് എന്ന് വെച്ചാൽ എംബാപ്പയാണ് ടാർഗറ്റ്. AMF ഓൾറെഡി നമ്മുടെ അക്കൗണ്ടിൽ ഒരുപാട് AMF ഒക്കെ ഉണ്ട്, എങ്കിലും ഗോൾ പൗച്ചർ ഷെവ്ചെങ്കോ മാത്രമേ ഉള്ളൂ. ഗോൾ പൗച്ചർ അപ്പോൾ നമുക്ക് എംബാപ്പയെ നമുക്ക് മിസ് ചെയ്യാൻ പറ്റൂല അല്ലേ? എംബാപ്പയാണ് ടാർഗറ്റ്. നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. ഒരു 5990 കോയിനുണ്ട്. 10 കോയിൻ കൂടെ 6000 കോയിൻ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി സ്പിൻ ചെയ്യാം ഗൈസ്. ഓൾറെഡി 60 ട്രൈ. അപ്പൊ നമുക്ക് ആദ്യം ഒരു 900. ഓക്കെ, ലെറ്റ്സ് ഗോ. ബ്ലാക്ക്. ആദ്യത്തെ 900 പാളിപ്പോയി ഗൈസ്. ഓക്കെ, ആദ്യത്തെ 900 ഒരു ഹൈലൈറ്റ് കാർഡാണ്. ഇനി ഒരു 5000 കോയിനുണ്ട്. സെക്കൻഡ് 900 അല്ല, ഇത് ഹൈലൈറ്റ് കാർഡ്. അങ്ങനെ സെക്കൻഡ് ഹൈലൈറ്റ് കാർഡാണ് ഗൈസ്. ഇതെന്തായാലും വൈഫേണ്ടത് വരുമോ എന്തോ. ഓക്കെ, ഇതിലായിരിക്കും ചിലപ്പോ അടിക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്, ചെയ്ത് നോക്കാം. എംബാപ്പയുടെ കാർഡ് കുറച്ച് കടുക്ക് ഓക്കെ. ഇനി നേരെ അങ്ങ് സ്പിൻ ചെയ്യാം. കിട്ടൂല ഗൈസ്. 5 സ്റ്റാർ ഉണ്ട്. അടുത്ത 900. ഒരു ബ്ലാക്കിൽ അടിക്കും. അടിച്ചറാ ഇല്ലടാ. ഇപ്പൊ ഹൈലൈറ്റ് കാർഡൊക്കെ ഈ കൊല്ലത്ത് ഇതർന്നമാര്. അപ്പോ ബാക്കി 1490 കോയിനുണ്ട്. തീർന്നു ഗൈസ്. 6000 കോയിൻ പൊട്ടി. 6000 കോയിൻ ഇതിവിടെ കഴിയുമ്പോഴേ 29 പ്ലെയർ ആവും. ഓക്കെ, വിചാരിച്ചു ലാസ്റ്റ് വേറെ വൈപ്പ് വേണം നമ്മളത്. 100 കോയിനിലായിരിക്കും ചിലപ്പോ പ്ലെയർ. ഇനി മേടിക്കേണ്ടി വരും ഉറപ്പായിട്ട്. ആദ്യമായിട്ടായിരിക്കും ഒരു ഇത് വൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഇതിലെന്തായാലും എംബാപ്പെ. ഇനി വൈപ്പ് ചെയ്ത് ശീലമാകും കുറച്ച് കഴിയുമ്പോ. 200 പ്ലെയർ ആണ്. 2000 കോയിൻ പർച്ചേസ് ചെയ്താൽ. അപ്പൊ ഗൈസ് ബാക്കി 24 പ്ലേയേഴ്സ് ഉണ്ട്. 24 പ്ലേയേഴ്സ് തീർന്നു. ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പൊ ഗൈസ് ഒരു 3500 കോയിനൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും പാക്ക് വൈപ്പ് ഔട്ട് ചെയ്യണം. ഇനി ബാക്കി 24 പ്ലേയേഴ്സേ ഉള്ളൂ അതിനകത്ത്. ഗൈസ് നമ്മള് സ്പിൻ ചെയ്യുമ്പോ ഒരു ട്രിക്ക് ഉണ്ട്. അത് എങ്ങനെയാ വെച്ചാൽ ചുമ്മാ റീല് ട്രിക്ക് ഉണ്ട്. നമ്മൾ ആദ്യം പ്ലെയർ എടുത്ത് നോക്കണം. ഒരു 2
2 കറക്ക്, വീണ്ടും അതുപോലെ 2 കറക്ക്. ഇതൊരു ട്രിക്കാണ്, എന്തായാലും പ്ലെയറെ അടിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് നേരെ ബാക്കിലോട്ട് വരിക, 100ന്റെ ഒരു ക്ലിക്കിൽ ക്യാൻസൽ, വീണ്ടും 100ന്റെ ഒരു ഇതിൽ ക്യാൻസൽ, എന്നിട്ട് നേരെ 900, നേരെ ഡയറക്റ്റ് 900 പ്രസ് ചെയ്ത് വിട്ടാൽ മതി. തന്നെ അടുത്ത 2 ഇത് കറക്റ്റ് ആയിരിക്കും. 14 പ്ലേയേഴ്സ് ഇതില് കറക്റ്റ് ആയിരിക്കും. ചിലപ്പോ ബാക്കി 4 പ്ലേയേഴ്സിലായിരിക്കും അടിക്കണം. അടുത്തേലടി കൺഫേം, അടുത്തേലടി. അടുത്ത ഈ ട്രിക്ക് ബ്ലാക്ക് ആനിമേഷൻ അടിച്ച സമയത്ത് എല്ലാരും ചോദിച്ചു എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോ. അപ്പൊ ആ ട്രിക്ക് നമ്മൾ റിവീൽ ചെയ്യാൻ പോകാണ്. ആദ്യം നമ്മൾ ആ പാക്ക് ഓപ്പൺ ചെയ്തിട്ട് നേരെ 2 പ്ലെയറേ ഉള്ളു, ഒന്നും കാണിക്കണ്ടല്ലേ. ഗൈസ്, അപ്പോ നമ്മള് ബ്ലാക്ക് ആനിമേഷൻ അടിച്ച സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടാകുന്നു. അപ്പോൾ എന്തായാലും ആ ട്രിക്ക് നമ്മൾ റിവീൽ ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഹോമിനകത്ത് വന്നിട്ട് നേരെ പാക്കിന്റെ ഇതിനകത്ത് പോകണം. പോയിട്ട് നേരെ വേറെ ഒന്നും ചെയ്യലും, ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക, 100ന്റെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുക, വീണ്ടും അതുപോലെ 100ന്റെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യുക. അത് കഴിഞ്ഞ് വേറെ ഒന്നും ചെയ്യാതെ നേരെ 900 ക്ലിക്ക് ചെയ്താൽ ഉറപ്പായിട്ടും പ്ലെയറിനെ അടിക്കും. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അടിച്ചറാ അത് അടിച്ച് ഒറ്റ പ്ലെയറേ ഉള്ളൂ ഗൈസ്. അടിച്ചല്ലോ എന്തായാലും. ട്രിക്ക് വർക്കായിട്ടുണ്ട് ഗൈസ്. എംബാപ്പെ സെറ്റ് എംബാപ്പെ. അടേ കക്കയെ കൂടെ കളയണ്ടാളേ, അതുകൂടെ കറക്കി തരണം. 3 പ്ലെയർ അല്ലേ കളയല്ലേ, കാര്യമായിട്ട് പറയുന്നു. അതന്നെ, പിന്നെ കറക്കി വിടാം. 4 പ്ലെയർ പിന്നെ കക്ക എടുക്കുക. ഇതില് കക്ക അരി ആര് കണ്ടെന്നാണ്. അങ്ങനെ അടിച്ചു ഗൈസ്, കക്ക അടിച്ചിരിക്കുകയാണ്. സെറ്റ്. ഇത് ചെയ്യായിരുന്നല്ലേ നമുക്ക് 100ന്റെ.